അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിൽ നടന്നു വരുന്ന അൽ അർബഇയ്യ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴ്സിലെ 17ാമത്തെ എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഈ എപ്പിസോഡിൽ കോഴ്സിലെ 4 കിതാബുകളിൽ ഒന്നായ അൻ-നഹ്വുൽ വാളിഹ് അൽ ജുസ്ഉ സാനി രണ്ടാം ഭാഗത്തിലെ 7ാമത്തെ ലെസൺ ആണ്. ഈ ലെസൺ അൽ ഫൈലുൽ മുളാരിഉൽ മുഅ്തലുൽ ആഖിരി വ അഹ്വാലു ഇറാബിഹി. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അൽ ഫൈലുൽ മുഅ്തലുൽ ആഖിരി വ അഹ്വാലു ഇറാബിഹി. അൽ ഫൈലു ഫൈൽ എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇസ്മു ഫൈൽ, ഹർഫ് ഫൈൽ, ഫൈൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൽ 3 വിധം: മാളി, മുളാരി, അംറ്. അതിൽ അൽ ഫൈലുൽ മുളാരിഉ മുളാരിയായ ഫൈൽ, ഇനി വരാൻ പോകുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം, അതിന്റെ മേൽ അറിയിക്കുന്ന കെലിമത്താണ് ഫേൽ മുളാരി. അൽ മുഅ്തലുൽ ആഖിരി മുളാരിയ ഫീൽ മുഅ്തലുൽ ആഖിർ ആണെങ്കിൽ മുഅ്തലുൽ ആഖിർ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്മായാലും ഫേലായാലും ഒക്കെ മുഅ്തലുൽ ആഖിർ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അലിഫ്, വാവ്, യാ എന്നീ 3 ഹർഫുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹർഫ് ഫെയിലിന്റെ അവസാനം വന്നാൽ ആ ഫെയിലിന് മുഅ്തലുൽ ആഖിർ എന്നാണ് പറയുക. മാളിയായ ഫെയിൽ മുഅ്തലുൽ ആഖിർ വരുന്ന ഇത് നമ്മൾ വിശദീകരിച്ചതാണ്. മുളാരിയായ ഫെയിൽ മുഅ്തലുൽ ആഖിർ വന്നാൽ ഇവിടെ അഹ്വാലു ഇറാബിഹി, അതിന്റെ ഇറാബിന്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് ഇറാബ് കൊടുക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ പാഠം. മബ്നിയും മുഅറബും നമ്മൾ വിശദീകരിച്ചതാണ്. ഇറാബ് കൊടുക്കലും പിന്നെ മബ്നിയാക്കലും നമ്മൾ വിശദീകരിച്ചതാണ്. മാളിയായ ഫീലും അംറ് ഫീലും എല്ലാം മബ്നിയാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അത് മബ്നി വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ മബ്നി വരുമെന്ന് നമ്മൾ പറഞ്ഞു. മുളാരിയായ ഫീലും മബ്നി വരൽ എപ്പോഴാണ്, മുഅറബ് വരൽ എപ്പോഴാണ് നമ്മൾ വിശദീകരിച്ചു. മുളാരിയായ ഫീൽ ആകെ 2 അവസ്ഥയിൽ മാത്രമേ മബ്നി ആവുകയുള്ളൂ. ഏതൊക്കെയാണ്? ഒരു റീകോൾ. തൗക്കീദിന്റെ നൂന് അവസാനം വന്നാൽ, അത് ഖഫീഫയായ നൂന് വന്നാലും സഖീലയായ നൂന് വന്നാലും, തൗക്കീദിന്റെ നൂന് അവസാനം വന്നാൽ ആ മുളാരിയായ ഫീല് ഫതഹിന്റെ മേൽ മബ്നിയായിരിക്കും. അതിന് ഇറാബ് മാറ്റം വരൂല ഏത് അവസ്ഥയിൽ വന്നാലും. നിസ്വത്തിന്റെ നൂന്, സ്ത്രീകളുടെ മേൽ അറിയിക്കുന്ന നൂന് അവസാനം വന്നാൽ ആ മുളാരിയായ ഫീല് സുക്കൂനിന്റെ മേൽ മബ്നിയായിരിക്കും ഏത് അവസ്ഥയിലും. അതായത് മർഫൂ ആയാലും മജ്സൂമായാലും മൻസൂബായാലും ഒക്കെ സുക്കൂന്റെ മേൽ മബ്നിയായിരിക്കും. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും മുഅറബായിരിക്കുമെന്നാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞത്. എന്നാൽ ആ മുഅറബാവുന്ന ഫേല് മുഅ്തലുൽ ആഖിർ ആണെങ്കിൽ, അവസാനം മുഅ്തലാണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ആ ഇറാബ് വെളിവാവുക, പ്രകടമാവുക എന്നാണ് ഇന്നത്തെ പാഠത്തിലൂടെ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഉദാഹരണത്തിലേക്ക് പോകാം. അൽ ഫൈലുൽ മുഅ്തലുൽ ആഖിരി വ അഹ്വാലു ഇറാബിഹി. അൽ അംസില: യതഗദ്ദൽ ഗുലാമു അഖ്ശൽ ബർദ ലിമാദാ തൻസാ വഅദക. യതഗദ്ദൽ ഗുലാമു, കുട്ടി ഭക്ഷണം കഴിക്കുന്നു. അഖ്ഷ അൽ ബർദ, ഞാൻ തണുപ്പ് ഭയപ്പെടുന്നു. ലിമാദാ തൻസാ വഅദക, നീ എന്താണ് നിന്റെ കരാറ്, നിന്റെ വാഗ്ദത്തം മറക്കുന്നത്? ഇവിടെ 3 ഉദാഹരണങ്ങളിലും യതഗദ്ദ, അഖ്ഷ, തൻസ ഈ 3 മുളാരിയായ ഫീലുകളുടെയും അവസാനം അലിഫാണ്. അപ്പൊ മുഅ്തലുൽ ആഖിറാണ്, അവസാനം അലിഫാണ് വന്നിട്ടുള്ളത്. അലിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു നുത്ഖ്, ഉച്ചാരണമാണ് നോക്കുക, എഴുത്തല്ല എന്ന്. കാരണം ഇവിടെ യതഗദ്ദ എന്ന് പറയുമ്പോഴും അഖ്ഷ എന്ന് പറയുമ്പോഴും തൻസ എന്ന് പറയുമ്പോഴും യാ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അവസാനം യാ ആണെന്ന് പറയാൻ പറ്റൂല. കാരണം നമ്മൾ ഉച്ചാരണമാണ് അവലംബം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എഴുത്തല്ല നോക്കുക. അപ്പൊ ഇവിടെയൊക്കെ മുഅ്തലുൽ ആഖിർ അവസാനം അലിഫാണ് മുളാരിയായ ഫീലിന്. ഈ മുളാരിയായ ഫീലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇറാബിയായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ റഫ്ഇന്റെ സ്ഥാനത്താണ്, മർഫൂ ആണ്. എന്താണ് ഈ 3 മുളാരിയായ ഫീൽ മർഫൂ ആണെന്ന് പറയാൻ കാരണം? നമ്മൾ പഠിച്ചതാണ്. മുളാരിയായ ഫീല് റഫ് ചെയ്യപ്പെടൽ എപ്പോഴാണ്? ജസ്മ് ചെയ്യുന്ന അദാത്തോ നസ്ബ് ചെയ്യുന്ന അദാത്തോ മുളാരിന്റെ മുമ്പ് വന്നിട്ടില്ലെങ്കിൽ പിന്നെ റഫ് ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ യതഗദ്ദ മുമ്പ് ജസ്മിന്റെ ഒന്നും വന്നിട്ടില്ല. അഖ്ശൽ ബർദ, അഖ്ഷ എന്നിടത്ത് വന്നിട്ടില്ല. ലിമാദാ തൻസ, തൻസന്റെ മുമ്പും ജസ്മ് ചെയ്യുന്ന അർഫോ നസ്ബ് ചെയ്യുന്ന അർഫോ വന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ മർഫു ആണ്. പക്ഷെ മർഫു ആകുമ്പോൾ ലമ്മത്ത് കൊണ്ടാണ് റഫ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റഫ് എന്ന് പറഞ്ഞാൽ ലമ്മത്ത് കൊണ്ടാണ്, ഉകാരമാണ്. യതഗദ്ദ എന്നുള്ളിടത്ത് ഉകാരം കാണുന്നില്ല, അഖ്ഷ എന്നുള്ളിടത്തും കാണുന്നില്ല, തൻസ എന്നുള്ളിടത്തും കാണുന്നില്ല.
അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും മുദാരിഅ ഫീൽ മുഅ്തല്ലുൽ ആഖിറാണ്, അവസാനം അലിഫ് ആണെങ്കിൽ റഫ് സങ്കൽപ്പിക്കൽ കൊണ്ടാണ്, ദമ്മത്ത് സങ്കൽപ്പിക്കൽ കൊണ്ടാണ് റഫ് ചെയ്യുക. നേരെ പ്രകടമായിട്ട് ദമ്മത്ത് വരൂല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രണ്ടാമത്തെ സെക്ഷനിൽ 4ഉം 5ഉം 6ഉം ഉദാഹരണങ്ങൾ. അന്തതദ്നു മിനൽ കബിഷി, നീ അടുക്കുന്നു, മിനൽ കബിഷി ആടിനോട് അടുക്കുന്നു, ആടിന്റെ അടുത്തേക്ക് പോകുന്നു, നീ ആടിനോട് അടുക്കുന്നു. യസ്ഫുൽ ജവ്വു, അന്തരീക്ഷം തെളിയുന്നു. യഅദുൽ ഹിസാനു, കുതിര ഓടുന്നു. ഈ 3 ഉദാഹരണങ്ങളിൽ തദ്നു, യസ്ഫു, യഅദു 3 മുദാരിഅ ഫീലാണ്. 3ന്റെയും അവസാനം വാവാണ് വന്നിട്ടുള്ളത്. അതായത് ഇല്ലത്തിന്റെ ഹർഫിൽപ്പെട്ട അലിഫ് വാവ് യാ എന്ന ഇല്ലത്തിന്റെ ഹർഫിൽപ്പെട്ട വാവാണ് വന്നിട്ടുള്ളത്. ഇവിടെയും മർഫു ആണ്, റഫിന്റെ സ്ഥാനത്താണ്. കാരണം ജസ്മ് ചെയ്യുന്ന അദാത്തോ നസ്ബ് ചെയ്യുന്ന അദാത്തോ ഇവിടെ ഇല്ല. അപ്പൊ തദ്നു, യസ്ഫു, യഅദു എന്ന് പറയുമ്പോൾ അവിടെ ലമ്മത്ത് പ്രകടമല്ല. നൂ എന്ന് ലമ്മത്തുള്ളത് മുദാരിഅ ഫീലിന്റെ അവസാനത്തെ ഹർഫിനല്ല, അതിന്റെ നേരെ മുമ്പുള്ള ഹർഫിനാണ്. യസ്ഫു ആയാലും യഅദു ആയാലൊക്കെ. ഇവിടെ വാവാണ് അവസാനത്തെ ഹർഫ്. ആ വാവില് ഹർക്കത്ത് വന്നിട്ടില്ല. അവിടെയും നമ്മൾ എന്ത് പറയണം? റഫ് ആണെങ്കിൽ അവിടെ സങ്കല്പനമാണ്, ലമ്മത്തിന്റെ മേൽ ലമ്മത്ത് സങ്കല്പിച്ചുകൊണ്ടാണ് റഫ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 7ഉം 8ഉം 9ഉം ഉദാഹരണം നോക്കൂ. അഷ്തഹിത് ത്വആമ, ഞാൻ ഭക്ഷണം ആഗ്രഹിക്കുന്നു. യജിരിൽ മാഉ, വെള്ളം ഒഴുകുന്നു. യഅ്വിദ്ദിബു, ചെന്നായ ഓരിയിടുന്നു. അഷ്തഹി, യജിരി, യഅ്വി 3 മുദാരിഅ ഫീൽ. അവസാനം ഇല്ലത്തിന്റെ ഹർഫുണ്ട്. ഏതാണ് ഹർഫ്? യാ ആണ്. ഇറാബിയായിട്ട് നോക്കുകയാണെങ്കിൽ ഈ 3 മുദാരിഅ ഫീലും മർഫു ആണ്, റഫ് ആണ് ചെയ്യേണ്ടത്. അഷ്തഹിയു, യജിരിയു, യഅ്വിയു എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇല്ലത്തിന്റെ ഹർഫ് വന്നതുകൊണ്ട്, അത് യാ ആയതുകൊണ്ട്, വാവായാലും യാ ആയാലും അലിഫ് ആയാലും മർഫു ആണെങ്കിൽ അവിടെ ലമ്മത്ത് സങ്കല്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് കൃത്യത്തിലൊരു ഒരു നിയമം പറയാൻ പറ്റും. മുദാരിഅ ഫീൽ അവസാനം മുഅ്തല്ലാണെങ്കിൽ അലിഫോ വാവോ യാഓ ആകട്ടെ, റഫ് ചെയ്യല് സങ്കല്പിക്കൽ കൊണ്ടാണ്. ഒരിക്കലും അതിന്റെ അടയാളം പ്രകടമാകൂല. റഫിന്റെ അടയാളം ഏതാണ്? ലമ്മത്താണ്. ആ ലമ്മത്ത് ഈ കലിമത്തില്, ഈ മുദാരിഅ ഫീലിൽ പ്രകടമാകൂല എന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കും. ഇനി അടുത്ത സെക്ഷനിലുള്ള 1ഉം 2ഉം 3ഉം ഉദാഹരണം നോക്കൂ. അവദ്ദു അൻ യതഗദ്ദൽ ഗുലാമു, ഞാൻ ആഗ്രഹിക്കുന്നു. അവദ്ദു, ഞാൻ ആഗ്രഹിക്കുന്നു. അൻ യതഗദ്ദൽ ഗുലാമു, കുട്ടി ഭക്ഷണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യജിബു, നിർബന്ധമാണ്. അൻ അഖ്ശൽ ബർദ, ഞാൻ തണുപ്പ് ഭയപ്പെടൽ നിർബന്ധമാണ്. അതായത് തീർച്ചയായിട്ടും ഞാൻ തണുപ്പ് ഭയപ്പെടണം എന്ന്. യജിബു അൻ അഖ്ശൽ ബർദ, ഞാൻ തണുപ്പ് ഭയപ്പെടൽ നിർബന്ധമാണ്. ലൻ തൻസ വഅദക, നീ നിന്റെ കരാറ് മറക്കരുത്. നീ നിന്റെ കരാറ് മറക്കാൻ സാധിക്കൂല നിനക്ക്. ലൻ തൻസ, നിനക്ക് മറക്കാൻ കഴിയൂല. വഅദക, നിന്റെ കരാറ് നിനക്ക് മറക്കാൻ സാധിക്കൂല. ഇവിടെ മുദാരിഅ ഫീലുകൾ, അവദ്ദു എന്നുള്ളത് മുദാരിഅ ഫീലാണ്, യജിബു എന്നുള്ളത് മുദാരിഅ ഫീലാണ്. പക്ഷെ അത് നമ്മളെ പാഠവിഷയമല്ല. കാരണം അത് മുഅ്തല്ലുൽ ആഖിറല്ല, അവസാനം എല്ലാത്തിന്റെ അർഫില്ല അവിടെ. അതുകൊണ്ട് അത് നമ്മളെ പാഠവിഷയമല്ല. നമ്മളെ പാഠവിഷയം യതഗദ്ദ, അഖ്ഷ, തൻസ എന്നുള്ളതാണ്. ഇവിടൊക്കെ അവസാനം അലിഫാണ് വന്നിട്ടുള്ളത്. അത് ഇല്ലത്തിന്റെ ഹർഫാണ്, അത് മുഅ്തല്ലുൽ ആഖിറാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ മുദാരിഅ ഫീൽ, ഈ 3 മുദാരിഅ ഫീലും ഏറാബിന്റെ അവസ്ഥ എന്താണ്? മർഫു ആണ്, റഫ് ആണ്. കാരണം നസ്ബോ ജസ്മോ അവിടെ ഇല്ല. അപ്പൊ റഫ് ആണ്. ഇവിടെ റഫ് വന്നിട്ടുണ്ടോ? അയ്യതഗദ്ദ ഉ എന്ന് പറയുന്നില്ല, അഖ്ഷാ ഉ എന്ന് പറയുന്നില്ല. ഈ 3 മുദാരിഅ ഫീൽ യതഗദ്ദ, അഖ്ഷ, തൻസ, ഇതൊക്കെ ഇല്ലത്തിന്റെ അർഫാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നോക്കേണ്ടത് അതിന്റെ ഏറാബിയായ അവസ്ഥ എന്താണ്? എന്ത് ഏറാബാണ് അവിടെ കൊടുക്കേണ്ടത്? ഏത് ഘടനയിലാണ് അത് വന്നിട്ടുള്ളത്? നമുക്കറിയാം. അൻ യതഗദ്ദ, അൻ അഖ്ഷ, ലൻ തൻസ, ഈ 3 ഹർഫുകളും നസ്ബിന്റെ ഹർഫുകളാണ്. ഇതിന് ശേഷം വരുന്ന മുദാരിഅ ഫീലിന് അത് നസ്ബ് ചെയ്യും. അപ്പൊ ഇവിടെ മുദാരിഅ ഫീൽ മൻസൂബാണ്, നസ്ബ് ചെയ്യപ്പെടണം. പക്ഷെ ഇവിടെ യതഗദ്ദ, അഖ്ഷ, തൻസ എന്നുള്ളത് നസ്ബ് നമ്മൾ കാണുന്നില്ല, അവസാനം ഫത്ഹ് കാണുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം മുദാരിഅ ഫീൽ മുഅ്തല്ലുൽ ആഖിർ അവസാനം അലിഫ് ആണെങ്കിൽ നസ്ബ് ചെയ്യലും മുഖദ്ദറത്തായ, അതായത് ഫത്ഹത്തിനെ സങ്കല്പിക്കൽ കൊണ്ടാണ്. ബി ഫത്ഹത്തിൻ മുഖദ്ദറത്തിൻ എന്ന് പറയും. സാങ്കല്പികമായ ഫത്ഹ് കൊണ്ടാണ്, സാങ്കല്പികമായ ഫത്ഹ് കൊണ്ടാണ് നസ്ബ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
എപ്പോ മുളാരിയ ഫെയിൽ മുഅത്തലിൽ ആഖിർ അവസാനം അലിഫാണെങ്കിൽ. എന്നാൽ അടുത്ത ഉദാഹരണം നോക്കൂ, 4, 5, 6. അഖാഫു അൻ തദ്നുവ മിനൽ കബിശി. അഖാഫു ഞാൻ ഭയപ്പെടുന്നു, അൻ തദ്നുവ നീ അടുക്കൽ, മിനൽ കബിശി ആടിനോട്, നീ ആടിനോട് അടുക്കൽ ഞാൻ ഭയപ്പെടുന്നു. യസ്റുനി എന്നെ സന്തോഷിപ്പിക്കുന്നു, അൻ യസ്ഫുൽ ജവ്വു അന്തരീക്ഷം തെളിയൽ എന്നെ സന്തോഷിപ്പിക്കുന്നു. ലൻ യഅദുവൽ ഹിസാനു കുതിര ഓടൂല. ലൻ യഅദുവൽ ഹിസാനു കുതിര ഓടാൻ കഴിയൂല, കുതിരക്ക് ഓടാൻ കഴിയൂല, കുതിര ഓടുകയില്ല. ഇവിടെ 3 മുളാരിയ ഫീലുണ്ട്, തദ്നുവ, യസ്ഫുവ, യഅദുവ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ മൻസൂബാണ്. ഇതിന്റെ മുമ്പ് നസ്ബിന്റെ ഹർഫ് വന്നിട്ടുണ്ട്, നസ്ബും വെളിവായിട്ടുണ്ട്, ഫതഹത്ത് ഇവിടെ വെളിവായിട്ടുണ്ട്. തദ്നുവ എന്നാണ് പറയുന്നത്, യസ്ഫുവ എന്നാണ് പറയുന്നത്, യഅദുവ എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് നിയമം പറയാം. മുഅത്തലുൽ ആഖിറായ മുളാരിയ ഫീല് അവസാനത്തെ ഇല്ലത്തിന്റെ ഹർഫ് വാവാണെങ്കിൽ അവിടെ നസ്ബാണ് മുളാരിയ ഫീലിന് വേണ്ടതെങ്കിൽ നസ്ബ് കൃത്യമായിട്ടും വെളിവാകും. ശരിക്ക് ലാഹിറത്തായ പ്രകടമായ ഫതഹത്ത് കൊണ്ട് തന്നെയായിരിക്കും നസ്ബ്. എപ്പോ അവസാനത്തെ ഇല്ലത്തിന്റെ ഹർഫ് വാവാണെങ്കിൽ. അലിഫാണെങ്കിൽ അത് മുഖദ്ദറത്താണ്, സാങ്കല്പികമാണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. വാവാണെങ്കിൽ സാങ്കല്പികമല്ല, പ്രകടമാണ്, നേരിട്ട് കാണും. എന്നാൽ 7, 8, 9 ഉദാഹരണങ്ങളിലേക്ക് ഒന്ന് വരൂ. ലൻ അഷ്തഹിയ ത്വആമ, ഞാൻ ഭക്ഷണം ആഗ്രഹിക്കൂല, എനിക്ക് ഭക്ഷണം ആഗ്രഹിക്കാൻ സാധിക്കൂല. വഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, ഐ യജ്രിയൽ മാഉ വെള്ളം ഒഴുകണം, വെള്ളം ഒഴുകാൻ ഇഷ്ടപ്പെടുന്നു. ലൻ യഅവിയ ദിഅബു ചെന്നായ ഓരിടൂല, ഓരിടാൻ കഴിയൂല. ഇവിടൊക്കെ അഷ്തഹിയ, യജ്രിയ, യഅവിയ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ 3 മുളാരിയ ഫീലും മുഅത്തലിൽ ആഖിറാണ്, അവസാനം യാ ആണ്. ഏറാബിയായ സ്ഥാനം നോക്കുകയാണെങ്കിൽ മൻസൂബാണ്. കാരണം ലൻ, അൻ, ലൻ എന്ന് നസ്ബിന്റെ അദാത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് മൻസൂബാണ്. എങ്ങനെയാണ് ഇവിടെ മുളാരിയ ഫീൽ നസ്ബ് ചെയ്യപ്പെട്ടത്? ലാഹിറത്തായ പ്രകടമായ ഫതഹത്ത് കൊണ്ട് തന്നെ. അപ്പൊ നമുക്ക് നിയമം പറയാം. മുഅത്തലുൽ ആഖിറായ മുളാരിയ ഫീൽ നസ്ബിന്റെ സ്ഥാനത്ത് വന്നാൽ അവസാനം ഏത്തിലാല് യാ ആണെങ്കിൽ, ഹർഫുൽ ഇല്ലത്ത്, ഇല്ലത്തിന്റെ ഹർഫ് യാ ആണെങ്കിൽ അവിടെ ഏറാബ് ഫതഹ് പിന്നെ വെളിവായിട്ട് തന്നെ വരും, പ്രകടമായിട്ട് തന്നെ അവിടെ ഫതഹത്ത് വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ മൊത്തത്തിൽ പറയാം, ഇനിയുണ്ട് ഉദാഹരണങ്ങൾ, ഇതുവരെയുള്ളത് മൊത്തത്തിൽ പറയാം. മുളാരിയ ഫീല് മുഅത്തലുൽ ആഖിറായി വന്നാൽ ആ അവസാനത്തെ ഹർഫ് ഇല്ലത്തിന്റെ ഹർഫ് അലിഫ് ആയാലും വാവ് ആയാലും യാ ആയാലും ആ മുളാരിയ ഫീലിന് റഫ് ആണെങ്കിൽ പ്രകടമായി ഹർക്കത്ത് വരൂല, ഒക്കെ മുഖദ്ദറത്തായിരിക്കും, ദമ്മത്ത് മുഖദ്ദറത്തായിട്ടായിരിക്കും അലിഫിന്റെ മേലിലും വാവിന്റെ മേലിലും യായിന്റെ മേലിലും സങ്കല്പിക്കുക. എന്നാൽ മുളാരിയ ഫീലിന് നെസ്ബാണ് കൊടുക്കുന്നത് എങ്കിൽ അപ്പൊ നോക്കണം, അവസാനത്തെ ഇല്ലത്തിന്റെ ഹർഫ് അലിഫ് ആണെങ്കിൽ പ്രകടമാകൂല, സങ്കല്പിച്ച് കൊടുക്കണം. എന്നാൽ വാവോ യാവോ ആവുകയാണെങ്കിൽ കൃത്യമായിട്ട് നെസ്ബ് ഫതഹത്ത് അവിടെ വെളിവാകും. നമ്മൾ തദ്നുവ, യസ്ഫുവ, യഅദുവ എന്ന് പറഞ്ഞതുപോലെ യാവിന് അഷ്തഹിയ, യജ്രിയ, യഅവിയ എന്ന് പറഞ്ഞതുപോലെ. ഇനി അടുത്ത 3-ാം ഘട്ടത്തിലുള്ള ഉദാഹരണത്തിലേക്കൊന്ന് വരാം. ലം യതഗദ്ദൽ ഗുലാമു, കുട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല, കുട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ല. ലം അഖ്ശൽ ബർദ, ഞാൻ തണുപ്പ് ഭയപ്പെട്ടിട്ടില്ല. ലാ തൻസ വഅദക, നീ നിന്റെ വാഗ്ദാനം മറക്കരുത്. ഈ 3 ഉദാഹരണങ്ങളിൽ ലം അദാത്തു ജസ്മിൻ, ജസ്മിന്റെ അദാത്താണ്. ലം അഖ്ഷ, ലം യതഗദ്ദ, ലാ തൻസ, നീ മറക്കരുത്. ലൻ നാഹിയയാണ്, പ്രോഹിബിഷന്റെ ലായാണ്, ഒരു സാധനം നിരോധിക്കുന്ന ലായാണ്. ഈ 3 അദാത്തുകളും മുളാരിയ ഫീലിന് മുമ്പ് വന്നാൽ ആ മുളാരിയ ഫീലിന് ജസ്മ് ചെയ്യപ്പെടും, സുക്കൂനായിരിക്കും എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഉദാഹരണങ്ങളിൽ യതഗദ്ദ, അഖ്ഷ, തൻസ എന്ന് ഉണ്ടായിരുന്നു. ജസ്മ് ചെയ്തത് എങ്ങനെയാണ്? അവസാനത്തെ ഇല്ലത്തിന്റെ ഹർഫിനെ കളയൽ കൊണ്ടാണ് ജസ്മ് ചെയ്തത്. അപ്പൊ മുളാരിയ ഫീല് മുഅത്തലുൽ ആഖിർ ആണെങ്കിൽ അതിന് ജസ്മ് ചെയ്യണമെങ്കിൽ അവസാനത്തെ ഇല്ലത്തിന്റെ ഹർഫിനെ കളയൽ കൊണ്ടാണ് ജസ്മ് ചെയ്യുക. അവസാനം അലിഫ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ നോക്കി. ഇനി വാവ് വന്നാൽ നോക്കുക. 4, 5, 6 ഉദാഹരണങ്ങൾ. ലാ തദ്നു മിനൽ കബിശി, നീ ആടിനോടടുക്കരുത്. ലം യസ്ഫുൽ ജവ്വു, അന്തരീക്ഷം തെളിഞ്ഞിട്ടില്ല. ലം യഅദുൽ ഹിസാനു, കുതിര ഓടിയിട്ടില്ല. ഈ 3 ഉദാഹരണങ്ങൾ നോക്കൂ. ലാ തദ്നു, ലം യസ്ഫു, ലം യഅദു, ശരിക്ക് തദ്നു, യസ്ഫു,
യഅദു എന്ന് അവസാനം വാവായിരുന്നു. പക്ഷെ ജസ്മ് വന്നപ്പോൾ ഇവിടെ മുളാരിഅ ഫീൽ മജ്സൂമായപ്പോൾ അവസാനത്തെ ഇല്ലത്തിന്റെ ഹർഫിനെ കളഞ്ഞുകൊണ്ടാണ് ജസ്മ് ചെയ്തത്. 7, 8, 9 ഉദാഹരണം നോക്കിയും അവസാനം യാവ് വരുമ്പോൾ ലം അഷ്തഹി ത്വാമ, ഞാൻ ഭക്ഷണം ആഗ്രഹിച്ചിട്ടില്ല. ലം യജിരിൽ മാഉ, വെള്ളം ഒഴുകിയിട്ടില്ല. ലം യഅവിദ് ദിഅബു, ചെന്നായ ഓരിയിട്ടിട്ടില്ല. ഇവിടൊക്കെ ലം എന്നുള്ള ജസ്മിന്റെ ഹർഫ് വന്നതുകൊണ്ട് മുളാരിഅ ഫീൽ ജസ്മാണ്, മജ്സൂമാണ്. അത് ജസ്മ് ചെയ്തത് എങ്ങനെയാണ്? അഷ്തഹി യജിരി യഅവി എന്ന ഇല്ലത്തിന്റെ ഹർഫിനെ കളയൽ കൊണ്ടാണ് ജസ്മ് ചെയ്തത്. അഷ്തഹി എന്നുണ്ടായിരുന്നു, ഇപ്പൊ അഷ്തഹി എന്നേ ഉള്ളൂ. യജിരി എന്നുണ്ടായിരുന്നു, ഇപ്പൊ യജിരി എന്നേ ഉള്ളൂ. യഅവി എന്നുണ്ടായിരുന്നു, ഇപ്പൊ യഅവി എന്നേ ഉള്ളൂ. അപ്പോ ജസ്മ് ചെയ്യുകയാണെങ്കിൽ അത് അലിഫായാലും വാവായാലും യാ ആയാലും ശരി, അവസാനത്തെ ഇല്ലത്തിന്റെ ഹർഫിനെ കളയൽ കൊണ്ടാണ് ജസ്മ്. റഫ് ചെയ്യുകയാണെങ്കിൽ മുഅത്തൽ ആഖിർ അലിഫായാലും വാവായാലും യാ ആയാലും മുഖദ്ദറത്തായിട്ടും സങ്കല്പിക്കലാണ് അടയാളം. അതായത് യാ ആയാലും ലമ്മത്തിനെ സങ്കല്പിക്കൽ കൊണ്ടാണ് റഫ്. എന്നാൽ നെസ്ബ് ആവുമ്പോൾ അവസാനം അലിഫാണെങ്കിൽ സങ്കല്പിക്കൽ കൊണ്ട് തന്നെയാണ്. വാവായാലും യാ ആയാലും പ്രകടമായിട്ട് നെസ്ബ് വരും. ഇതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അതിന്റെ കായികയിലേക്കൊന്ന് വരാം. കായിക നമ്പർ 38. അൽ ഫീലുൽ മുളാരിഉൽ മുഅത്തലുൽ ആഖിരി. മുളാരിഅ ഫീൽ അൽ മുഅത്തലുൽ ആഖിരി, അവസാനം മുഅത്തലായ മുളാരിഅ ഫീൽ യുർഫഉ, അതിന് റഫ് ചെയ്യപ്പെടും. ബിളമ്മത്തിൻ മുഖദ്ദറത്തിൻ, സങ്കല്പിക്കപ്പെട്ട ലമ്മ കൊണ്ട്, അലൽ അലിഫി വൽ വാവി വൽ യാഇ. അതാണ് നമ്മൾ പറഞ്ഞത്. അവസാനം അലിഫായാലും വാവായാലും യാ ആയാലും സങ്കല്പിക്കപ്പെട്ട ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യപ്പെടും. വയുൻസബു ബി ഫതഹത്തിൻ മുഖദ്ദറത്തിൻ, നസ്ബ് ചെയ്യപ്പെടും. ബി ഫതഹത്തിൻ മുഖദ്ദറത്തിൻ, സങ്കല്പിക്കപ്പെട്ട ഫതഹത്ത് കൊണ്ട്, അലൽ അലിഫി, അലിഫിന്റെ മേന്ന് പറഞ്ഞാൽ അവസാനം അലിഫാണെങ്കിൽ. വലാഹിറത്തിൻ, പ്രകടമായ ഫതഹത്ത് കൊണ്ട് നേരിട്ട് ഫതഹന്നെ കൊടുക്കും. അലൽ വാവി വൽ യാഇ, അവസാനം വാവോ യാഓ ആണെങ്കിൽ. വയുജ്സമു, മുളാരിഅ ഫീലിന് ജസ്മ് ചെയ്യപ്പെടും. ഏത് മുളാരിഅ ഫീൽ? മുഅത്തലുൽ ആഖിറായത്, അതാണ് നമ്മളെ പാഠം. ആ മുളാരിഅ ഫീലിന് ജസ്മ് ചെയ്യപ്പെടും. ബിഹദ്ഫിൽ ആഖിരി, അവസാനത്തെ ഇല്ലത്തിന്റെ ഹർഫിനെ അങ്ങോട്ട് കളയൽ കൊണ്ട് ജസ്മുൻ ചെയ്യപ്പെടും. ഇങ്ങനെ അതിന്റെ നമുക്ക് തംരീൻ ഒന്ന് നോക്കാം. ബയ്യിനിൽ അഫ്ആലൽ മുളാരിഅത്തൽ മുഅത്തലത്തുൽ ആഖിരി ഫിൽ ഇബാറാത്തിൽ ആതിയ. താഴെ വരുന്ന ഇബാറാത്തുകളിലെ വാചകങ്ങളിലെ മുഅത്തലുൽ ആഖിറായ മുളാരിഅ ഫീൽ വ്യക്തമാക്കുക. വഅയ്യിൻ അലാമത്തുൽ ഇറാബ് ഫീ കുല്ലി ഫീലിൻ, എല്ലാ ഫീലിലും ഇറാബിന്റെ അടയാളം എന്താണെന്നും പറയുക. 1. അൽ ആഖിലു യഹ്തദി ബിനുസ്ഹിൽ മുജർരിബീൻ വയബ്ഗി റിളല്ലാഹി വന്നാസി. അൽ ആഖിലു, ബുദ്ധിമാൻ, യഹ്തദി ബിനുസ്ഹിൽ മുജർരിബീൻ, അനുഭവ സമ്പത്തുള്ളവരുടെ ഉപദേശം കൊണ്ട് അവൻ നന്നാവും, അല്ലെങ്കിൽ നേർമാർഗം സിദ്ധിക്കും, അവൻ നന്നാകും. വയബ്ഗി, അവൻ ആഗ്രഹിക്കും, റിളല്ലാഹി വന്നാസി, അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ജനങ്ങളുടെയും പ്രീതി അവൻ ആഗ്രഹിക്കും. ഇവിടെ യഹ്തദി എന്നുള്ളത് മുളാരിഅ ഫീലാണ്. അവസാനം യാ ആണ് വന്നിട്ടുള്ളത്, മുഅത്തലുൽ ആഖിറാണ്. യഹ്തദി എന്നേ പറയുള്ളൂ, യഹ്തദിയു എന്ന് റഫ് പറയില്ല. കാരണം ഇത് ഇവിടെ റഫാണ്, നസ്ബും ജസ്മും വരാത്തത് കൊണ്ട് ഇവിടെ റഫാണ്. പക്ഷെ ഒരിക്കലും യഹ്തദിയു എന്ന് പറയില്ല. കാരണം എന്താണ്? മുഅത്തലുൽ ആഖിർ മർഫു ആണെങ്കിൽ, റഫ് ആണെങ്കിൽ ഇറാബ് സങ്കല്പിക്കലാണ്, നേരിട്ട് കൊടുക്കാൻ സാധിക്കൂല. വയബ്ഗി, യബ്ഗിയും അതുപോലെ തന്നെ. യബ്ഗി എന്നുള്ളത് മുഅത്തലുൽ ആഖിറായ മുളാരിഅ ഫീലാണ്, റഫിന്റെ സ്ഥാനത്താണ്, മർഫു ആണ്. പക്ഷെ യബ്ഗിയു എന്ന് പറയൂല, മുഖദ്ദറത്തായിരിക്കും. ലമ്മത്ത് മുഖദ്ദറത്ത് എന്നാണ് പറയല്. സങ്കല്പിക്കപ്പെട്ട ലമ്മത്ത് കൊണ്ടാണ് റഫ്. രണ്ടാമത്തെ ഉദാഹരണം, യഹ്വശുജാഉ മയാദിനൽ ഖിതാലി. ഒരു ധീരൻ, ധൈര്യശാലി ആഗ്രഹിക്കും മയാദീനൽ ഖിതാലി, യുദ്ധ ഗ്രൗണ്ടുകൾ ആഗ്രഹിക്കും. വലാ യഖ്ഷ, അവൻ ഭയപ്പെടൂല, അയ്യൽഖ, കണ്ടുമുട്ടൽ, അൽ മആതിബ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, ഫിഹ, യുദ്ധമുഖത്ത്, യുദ്ധ ഗ്രൗണ്ടുകളിലെ. അപ്പൊ യഹ്വ എന്ന് പറഞ്ഞാൽ മുളാരിഅ ഫീലാണ്, അവസാനം അലിഫാണ്. യഹ്വ അവസാനം അലിഫാണ്. നുത്ഖാണ് നമ്മൾ പറഞ്ഞു, ഉച്ചാരണമാണ് പ്രധാനം, അവലംബം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ യഹ്വ അശ്ശുജാഉ, യഹ്വ എന്നുള്ളത് റഫിന്റെ സ്ഥാനത്താണ്. പക്ഷെ യഹ്വാഉ എന്ന് പറയില്ല, യഹ്വ എന്നേ പറയുള്ളൂ, ലമ്മത്ത് മുഖദ്ദറത്താണ്. വലാ യഖ്ഷ, അവിടെയും മർഫു ആണ്. ലാ എന്നുള്ളത് നെഹീന്റെ ലാ എന്നല്ല. നെഹീന്റെ ലാ ആഗ്രഹിക്കരുത്, അല്ല ഭയപ്പെടരുത് എന്നാണെങ്കിൽ ലാ യഖ്ഷ എന്ന് പറയേണ്ടിയിരുന്നു. ഇവിടെ നഫിയുടെ ലായാണ്, നെഗേഷൻ. ലാ യഖ്ഷ, ഭയപ്പെടൂല. അയ്യൽഖ, അന്ന് നസ്ബിന്റെ അദാത്ത് ഉണ്ടായതുകൊണ്ട് യൽഖ എന്ന് മൻസൂബാണ്. പക്ഷെ അവിടെ ഫതഹത്ത് പ്രകടമാവൂല, കാരണം അവസാനം അലിഫാണ്. മൂന്നാമത്തെ ഉദാഹരണം, ഇദാലം തസ്ഫു ഖലായിക്കൽ ഇൻസാനി.
മനുഷ്യന്റെ സ്വഭാവങ്ങൾ ശരിയായില്ലെങ്കിൽ ഫലൻ യബ്തഗിയ സ്വദാഖതഹു അഹദുൻ, അവന്റെ ചങ്ങാത്തം കൂട്ടുകെട്ട് ആഗ്രഹിക്കൂല, അഹദുൻ ആരും ആഗ്രഹിക്കൂല. ഇദാലം തസ്ഫു സഫാ യസ്ഫു തസ്ഫു എന്നുണ്ടായിരുന്നു. ആ വാവ് പോകാൻ കാരണം ലം എന്ന ജസ്മിന്റെ അർഫ് വന്നതുകൊണ്ടാണ്. കാരണം മുദാരിഅ ഫീൽ മുഅ്തലിൽ ആഖിറിൽ ജസ്മ് ചെയ്യൽ അവസാനത്തെ ഇല്ലത്തിന്റെ അർഫിനെ കളയൽ കൊണ്ടാണ് നമ്മൾ പഠിച്ചു. അപ്പൊ ലം തസ്ഫു ഫലൻ യബ്തഗിയ സ്വദാഖതഹു, ലൻ യബ്തഗിയ, യബ്തഗി എന്നുള്ളത് മുഅ്തലിൽ ആഖിറായ ഫീലാണ്, അവസാനം യാ ആണ് വന്നിട്ടുള്ളത്, മൻസൂബാണ്. കാരണം ലൻ എന്നുള്ള നെസ്ബിന്റെ അദാത്ത് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ യബ്തഗിയ കൃത്യമായും ഫതഹത്ത് കൊണ്ട് തന്നെ നെസ്ബ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. അവിടെ മുഖദ്ദറൊന്നുമല്ല, സങ്കല്പിക്കൊന്നും വേണ്ട, ഫതഹത്ത് തന്നെ കൊടുക്കാം. നാലാമത്തെ ഉദാഹരണം, ഇൻ തദ്ഉ തബീബ ഫിൽ ലൈലി അവിൻ നഹാരി, നീ ഡോക്ടറെ വിളിച്ചാൽ, രാത്രി വിളിച്ചാൽ, അവിൻ നഹാരി അല്ലെങ്കിൽ പകല് വിളിച്ചാൽ, രാത്രി വിളിച്ചാലും പകല് വിളിച്ചാലും ഡോക്ടറെ നീ വിളിച്ചാൽ യഅ്തിയിലേക്ക്, ആ ഡോക്ടർ നിന്നെ കൊള്ള വരും. അവിടെ ഇൻ എന്നുള്ളത് ജസ്മിന്റെ അദാത്താണ്, നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് വന്നാൽ രണ്ട് മുദാരിഅ ഫീലിന് ജസ്മ് ചെയ്യുമെന്ന്. ഒന്ന് തദ്ഉ, മറ്റൊന്ന് യഅ്തി, രണ്ടും ജസ്മ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തദ്ഉ എന്ന് വാവ് ഉണ്ടായിരുന്നു, വാവിനെ കളയൽ കൊണ്ടാണ് ജസ്മ്. യഅ്തി എന്ന് യാ ഉണ്ടായിരുന്നു, യാവിനെ കളയൽ കൊണ്ടാണ് ജസ്മ്. ഒന്ന് വാവിനെ കളയൽ കൊണ്ട് ജസ്മ്, മറ്റൊന്ന് യാവിനെ കളയൽ കൊണ്ട് ജസ്മ്. ഇതാണ് ഈ ഒരു തംരീൻ. ഈ ഒരു പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.